കുറെ മാച്ചുകൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വിജയം. ആഡ്രിയാൻ ലൂണയ്ക്ക് സീസണിലെ ആദ്യ ഗോൾ. മഞ്ഞപ്പടയുടെ പ്രതിഷേധം മുറുകുന്നു. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ലീഗ് ടേബിളിൽ ഏറ്റവും അവസാനമുള്ള മുഹമ്മദീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. അതായത് ഒരു 3 പോയിന്റ് കൂടി ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടേബിളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ വിജയത്തിന് വലിയ മധുരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം ഉണ്ട് എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒരു വിജയം കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതേപോലെ എന്നാൽ ഇതിനൊരു വലിയ വിജയമായി കാണേണ്ട കാര്യമില്ല. കാരണം ടേബിളിൽ ഏറ്റവും താഴെയുള്ള മുഹമ്മദീനെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ നമ്മൾ ടേബിളിൽ ഒരുപാട് മുകളിലൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം കളിയെപ്പറ്റി അധികമൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും പറഞ്ഞേക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ദേഷ്യം വരെയായിരുന്നു ശരിക്കും പറഞ്ഞു. ഞാൻ എപ്പോഴും ടീം അടിപൊളിയാണ്, ടീം നന്നായി കളിക്കുന്നുണ്ട്, ഒരുപാട് പാസുകൾ കളിക്കുന്നുണ്ട്, നല്ല നന്നായി കളി ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പറയുന്ന ആളാണ്. എനിക്ക് കളി തോറ്റാലും ഞാൻ പറയുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചു, അവർ നന്നായി കളിച്ചിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് തോറ്റത്, നന്നായി കളിച്ചിട്ടാണ് തോറ്റത്. അപ്പോൾ പല മാച്ചുകളും, അപ്പോൾ കഴിഞ്ഞ കുറേ മാച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ നടന്ന ഹൈദരാബാദ് എഫ്സിയുമായുള്ള മാച്ച് മാത്രമാണ് ഒരു ക്വാളിറ്റി ഇല്ലാതെ തോന്നിയത്. അപ്പോൾ അതിന് മുമ്പുള്ളതും അത് കഴിഞ്ഞുള്ളതുമായ എല്ലാ മാച്ചുകളും ബ്ലാസ്റ്റേഴ്സ് വളരെ വൃത്തിക്ക് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ നല്ല കണക്ഷനാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ പല എറേഴ്സ് കൊണ്ട് നമ്മൾ റഫറി മിസ്റ്റേക്കുകളും കൊണ്ടും ഒക്കെ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നാലും നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കുന്നു എന്ന് തന്നെ പറയും. പക്ഷേ മുഹമ്മദീനുമായിട്ടുള്ള കളി ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ കാണിച്ചു കൂട്ടിയതെന്ന് ഒരു പിടിയില്ല. വെറുതെ മൈനസ് വേണം, ആവശ്യമാണ്. പക്ഷേ ഇത്ര കണ്ട് മൈനസ്, മുമ്പോട്ട് കയറണം എന്ന് 99% ഹോപ്പുള്ള സാധനമാണ്. അതൊക്കെ പുറകിലോട്ട് വലിച്ച് ഈ ഡാനിഷൊക്കെ എന്ത് വലിയാണ് വലിക്കുന്നത് ബോൾ പുറമോട്ട്. എന്തിനാണ് ഇങ്ങനെ പുറമോട്ട് ബോൾ വലിക്കുന്നത്? ശരിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 12 മിനിറ്റ് ഭയങ്കര അറ്റാക്കായിരുന്നു. നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ച്. അത് കഴിഞ്ഞ് നേരെ കളി മുഹമ്മദീൻ്റെ കയ്യിലേക്ക് പോയാൽ പിന്നെ മുഹമ്മദീനാണ് കളിച്ചത്. ഒരു ഫസ്റ്റ് ഹാഫ് വരെയും മുഹമ്മദീൻ തന്നെയാണ് കളിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. നന്നായി അത്യാവശ്യം ഡിഫൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കളി മുമ്പോട്ട് പോകുന്നു. നോയിലൂടെ ഇങ്ങനെ ആക്രമണം പോകുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും മുഹമ്മദീൻ എഫ്സിക്ക് സ്ഥിരം സംഭവിക്കാറുള്ള ഒരു 60 മിനിറ്റിന് ശേഷം ഒന്ന് തളരുന്ന പരിപാടിയിലേക്ക് വന്നു. ആ സ്പോട്ടിൽ നമ്മൾ 3 ഗോൾ വിൻ ചെയ്യുന്നു. ആ 3 ഗോളിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്ന് ആഡ്രിയാൻ ലൂണയുടെ ഗോളാണ്. അത് ലൂണയുടെ വണ്ടർ ഗോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു വണ്ടർ ഗോളൊന്നും അല്ല. കോർണർ എടുത്ത ബോൾ ഗോൾ കീപ്പർ ആളുടെ മിസ്റ്റേക്കാണത്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുള്ളി ഇടിച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്ക് അത് കയ്യിൽ ക്ലിയർ ആയിട്ട് എടുക്കാവുന്ന ഒരു ബോൾ, അത് പുള്ളി ഇടിച്ചു കളയാൻ ശ്രമിക്കുന്നു, അത് പോസ്റ്റിലേക്ക് കയറുന്നു. അതിനെ വണ്ടർ ഗോൾ എന്നൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് കമൻട്രേറ്ററൊക്കെ അവിടെ ഇരുന്ന് വണ്ടർ ഗോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അല്ല, വണ്ടർ ഗോളൊന്നും അല്ല. അതിനൊരു ഒരു ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഗോളാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയായാലും ഇപ്പം മിസ്റ്റേക്ക് ആണെങ്കിലും എന്തായാലും ലൂണയുടെ സീസണിലെ ആദ്യത്തെ ഗോൾ വന്നു. സീസണിലെ ആദ്യത്തെ ഗോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ലൂണ ഭയങ്കര കളി, ലൂണ സീൻ, ലൂണ വിഷയം, ലൂണ തിരിച്ചു വന്നു. ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞ കാര്യമാണത്. ഗോൾ അടിച്ചാൽ നല്ല കളി, ഗോൾ അടിച്ചില്ലെങ്കിൽ മോശം കളി. ഈ ഒരു പ്രവണത ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞങ്ങളുടെ പഴയ ലൂണ തിരിച്ചു വന്നു എന്നൊക്കെയാണ് കമൻസ് വരുന്നത്. ഒരു ഗോൾ അടിച്ചപ്പോഴത്തേക്ക് ലൂണ തിരിച്ചു വന്നു. ആള് കളിച്ചു, ആളുടെ എല്ലാ എഫേർട്ടും 100% ഇട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത്. ഈ കളി മാത്രമല്ല, ഈ ഗോളിട്ട കളി മാത്രമല്ല, പുള്ളി എല്ലാ കളി അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് ലൂണ. ആഡ്രിയാൻ ലൂണ 100% എഫേർട്ടിലാണ് എല്ലാ മാച്ചും കളിച്ചിട്ടുള്ളത്. ഇതുവരെ ഇപ്പോൾ തോറ്റ കളികളാണെങ്കിൽ കൂടെ 100% എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ആഡ്രിയാൻ ലൂണ. അത് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ നമ്മൾ തോറ്റ കുറച്ച് കളിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ലൂണ പഴയ പോലെ അല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെയുള്ള സ്റ്റാറ്റസുകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഗോൾ ഇട്ടപ്പോഴത്തേക്ക് ലൂണ തിരിച്ചു വന്നു എന്നായി എന്തെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോവ ഗോൾ ഇടുന്നു. അത് കഴിഞ്ഞ് അലക്സാണ്ടർ കോയഫ് ആളുടെ ISL തന്നെ ആദ്യത്തെ ഗോൾ പിറക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോഴും നമുക്ക് മാനേജർ ഇല്ലാതെയാണ് നമ്മളിന്ന് കളിച്ചത്. അപ്പോൾ ഇനി പുതിയ മാനേജർ ആര് വരും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളൊക്കെ. പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പട സ്റ്റാൻഡിൽ വളരെ വിചിത്രമായ ഒരുപാട് കാഴ്ചകൾ കഴിഞ്ഞ മാച്ചിലുണ്ടായിരുന്നു. പ്രതിഷേധത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടു. പേപ്പറൊക്കെ പിടിച്ച് മാനേജ്മെൻറ്റിനെതിരെ ചാൻഡിങ് ഇല്ലാത്ത ഈസ്റ്റ് ഗാലറി, അതൊക്കെ ഭയങ്കര അത്ഭുതകരമായിരുന്നു. ആദ്യമായാണ് നമ്മൾ ചാൻഡിങ് ഇല്ലാത്ത ഈസ്റ്റ് ഗാലറി കാണുന്നത്. അപ്പോൾ സാധാരണ മറ്റ് സ്റ്റാൻഡുകളിലൊക്കെ ആളുകൾ ഇരുന്ന് കളി കാണുന്നത് പോലെ കളി കാണുന്നു. ചില നോയ്സ് ഉണ്ടാക്കേണ്ട സമയത്ത് ജസ്റ്റ് നോയ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡ്രമ്മിങ് ഇല്ല, ചാൻഡിങ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പ്രതിഷേധം മുറുകട്ടെ. പിന്നെ കളിയെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കളിച്ചു, അത് ഒപ്പോണൻറ്റ് കുറച്ചുകൂടി വീക്കായതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. കളി കുറച്ചുകൂടെ വന്നു, 3 ഗോൾ അടിക്കുന്നു, കളി ജയിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഈ മാച്ചിനെ പറ്റിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ടൊന്നും ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാതിരുന്നത്. പിന്നെ നമ്മുടെ ടീമൊക്കെ പറഞ്ഞു നമുക്കത് ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇനി വരാൻ പോകുന്ന ഈ ഒരു ഇയർ ബ്ലാസ്റ്റേഴ്സിന് വളരെ നല്ലതായിരിക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാനേജർ ടീമിലേക്ക് വരട്ടെ. ടീം വീണ്ടും ഉയർത്തെഴുന്നേൽക്കട്ടെ. പ്ലേ ഓഫിലേക്ക് എത്തട്ടെ. ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയൊരു വർഷം എത്തുകയാണ്. അപ്പോൾ എന്തായാലും പ്രതീക്ഷകളുള്ള ഒരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.